ഇപ്പോൾ വീണ്ടും വിചാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നഷ്ടദൃഷ്ടി എന്നാണ് ഭാഗവതത്തിൻ്റെ വാക്ക്. ഉള്ള കണ്ണ് കാണാൻ്റെ അരിയെന്നാണ്. കാണേണ്ടത് കാണാൻ പറ്റാതെ ഉണ്ടായി. അപ്പോൾ വീണ്ടും വിചാരം ഉണ്ടാവുക. അതിനാണ് മനുഷ്യനായിത്തീരുക, മനുഷ്യയായിത്തീരുക. മനുഷ്യനായാൽ വരാം. മൂന്നാമത്തെ പടിയാണ് മാനവനായിട്ട് തീരണം. മാനവനെന്ന് പറഞ്ഞാലോ എല്ലാവരാലും മാനിക്കപ്പെടുന്ന തരത്തിലേക്ക് നമ്മൾ ഉയരണം. അല്ലേ? ആയി തീരുന്നു. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആവാനുള്ളതാണ്. അല്ലാതെ കണ്ട് അടുക്കളയിൽ കിടന്ന് തലകുത്തി പറഞ്ഞ് അതിൽ കിടന്ന് നശിക്കേണ്ടവരല്ല നമ്മൾ ഓരോരുത്തരും. നമ്മളെല്ലാം മാനിക്കപ്പെടുന്നത് തന്നെയാണ്. കാരണം നമ്മളിലുള്ള എന്തെല്ലാം വിദ്യകൾ, എന്തെല്ലാം പ്രതിഭകൾ, എന്തെല്ലാം കഴിവുകൾ അതെല്ലാം നമ്മൾ പെട്ടിയിലാക്കി അടച്ചു വെച്ചിരിക്കുകയാണ്, പുറത്ത് കാണിക്കാതെ. അല്ലേ? ഇതെല്ലാം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും എന്തെല്ലാം അറിവാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഓരോരുത്തരുടെ ഉള്ളിൽ പോയിട്ട് പൊട്ടി നോക്കണം. അപ്പോഴാണ് അവരുടെ അറിവ് തിരിച്ചറിയാൻ സാധിക്കുക. പുറമേ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല. ഉള്ളിലേക്ക് അടുത്തടുത്ത് വരുമ്പോഴാണ് ഓരോരുത്തരുടെ ഉള്ളിലും എന്തെല്ലാം തരത്തിലുള്ള അറിവ്. നമ്മൾ നിസ്സാരമായി കാണുന്നവരെ പോലും എത്രയും അറിവിൻ്റെ മഹാസമുദ്രങ്ങളായിരിക്കും നമ്മൾ ഓരോരുത്തരും. അല്ലേ? അത്രമാത്രം നവരത്ന പേടകങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഉപാസനാക്രമങ്ങളൊക്കെ. അപ്പോൾ എന്തെല്ലാറിയോ, കണ്ണാടിയിലെ ചെടി പോയാൽ എങ്ങനെ നമ്മുടെ മുഖം കാണണോ, നമ്മളെ തിരിച്ചറിയണോ, അതേപോലെ എന്തിനാണ് ഭാഗവതം ഉപാസിക്കുന്നത്, എന്തിനാണ് നാരായണനെ ഉപാസിക്കുന്നത്? ഇതെല്ലാം മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടല്ല. എൻ്റെ മനസ്സാകുന്ന കണ്ണാടിയിലെ അഴുക്ക് പോയി കിട്ടാനാണ്. ആ അഴുക്ക് പോയി കിട്ടിയാൽ ഞാൻ ആരായിട്ട് മാറി, ഞാൻ ആരാണെന്ന് തിരിച്ചറിയും. അല്ലേ? എൻ്റെ കഴിവുകൾ എനിക്ക് പ്രത്യേകം അറിയാം. എന്തെല്ലാം പ്രതിഭകൾ എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കണം അതൊക്കെ നമുക്കറിയാം. അതിനാണ് ഈ നവരാത്രി 10 ദിവസമില്ലേ, 9 രാത്രി 10 ദിവസവും. എന്തിനാണ് നവരാത്രി ആഘോഷിക്കണമെന്ന് വെച്ചാൽ കടലേ പയറും തീറ്റയാണ് ഇപ്പോൾ ഭഗവതി അമ്പലങ്ങളിലൊക്കെ. ഒരു ദിവസം കടലയാണെങ്കിൽ ഒരു ദിവസം പയർ, ഒരിടത്ത് പയറൊക്കെയാണ്. പയറൊക്കെ ഗ്യാസ് കുടിക്കാൻ അതൊക്കെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ എല്ലാം വലുത് ഭഗവതി അമ്പലങ്ങളൊക്കെ തുടങ്ങിയ 9 ദിവസം ഈ പയറും കഞ്ഞി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അപ്പോൾ നവരാത്രി ഒന്ന് വന്ന് കിട്ടിയാൽ മതി. പിന്നെ 9 ദിവസം അമ്പലത്തിൽ നിന്ന് പോലെ 2 നേരം കഞ്ഞി പയറും. അപ്പോൾ എന്തിനാ ഈ കഞ്ഞി പയറും കഴിക്കണമെന്ന് വെച്ചാൽ അതല്ല അതിൻ്റെ ഗുണം. ഋഗ്വേദത്തിൽ 9 ദിവസം ഞാനിപ്പോൾ പറഞ്ഞു ചേർക്കുന്നത്. അപ്പോൾ 9 ദിവസത്തിനും 9 ഗുണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ദിവസം നമ്മുടെ കണ്ണ് തുറക്കാനുള്ള ദിവസമാണ്. അത്ര പ്രഥമം ശൈലപുത്രേതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രകണ്ഠേതി, കുഷ്മാണ്ഡേതി, ചതുർത്ഥകം. സ്വർഗ്ഗമൊക്കെ എല്ലാവർക്കും അല്ലേ? ഞാൻ ചൊല്ലുന്നില്ല. വീട്ടിൽ പോയിരുന്ന സമാധാനമായിട്ട് പോയിട്ടുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോ ദേവിമാരെ നമ്മൾ പൂജിക്കണം, ഭജിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? കൗമാരിയായിട്ടും അതുപോലെ ത്രിമൂർത്തിയായിട്ടും കല്യാണിയായിട്ടും ശാംഭവിയായിട്ടും ഒക്കെ നവദുർഗാ സങ്കല്പത്തിൽ പൂജിക്കുന്നില്ലേ? എന്തിനാ ഇതൊക്കെ പൂജിക്കണമെന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം നമ്മുടെ കണ്ണ് തുറക്കാനാണ്, കാഴ്ചപ്പാട് നേരെയാവാനാണ്. അതിന് കണ്ണട മാറ്റിയാൽ പോരാ, പിന്നെ എന്ത് വേണം? കാഴ്ചപ്പാട് നേരെയാവണം. അല്ലേ? ആദ്യത്തെ ദിവസം ശൈലപുത്രയെ ഭജിക്കുന്നത് എന്തിനാണ്? ഈ കാഴ്ചപ്പാട് നേരെയാവാനാണ്. രണ്ടാമത്തെ ദിവസം നമ്മുടെ മനസ്സിൽ നേരെയാവാൻ വേണ്ടിയിട്ടാണ്, നല്ല മനസ്സിന് ഉള്ളതായി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലേ? നമുക്കില്ലേ നല്ലൊരു മനസ്സ്? ഭഗവാൻ നല്ല മനസ്സോട് കൂടിയിട്ടാണ് നമ്മളെ അമ്മയുടെ ഉദരത്തിലേക്ക് വിട്ടത്. ആ മനസ്സിൽ ഇല്ലാത്ത അഴുക്കെല്ലാം കൊണ്ടുവന്നിട്ടു. മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റൊക്കെ കൊണ്ടിടുന്നത് പോലെ അതിനേക്കാൾ വേസ്റ്റാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. അല്ലേ? അതെല്ലാം മാറ്റി നല്ല മനസ്സിനുടമയാവാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ദിവസം ദേവിയെ ഭജിക്കുന്നത്. ഇങ്ങനെ നല്ല ചെവി ഉണ്ടാവാൻ, നല്ല ശ്രവണശക്തി ഉണ്ടാവാൻ. എന്താണ് ശ്രവണശക്തി എന്ന് പറഞ്ഞാൽ? നല്ലത് ഭദ്രം കർണേഭി ശൃണയാമദേവാം, ഭദ്രമായിട്ടുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മൂന്നാമത്തെ ദിവസം. ഇങ്ങനെ ഓരോ ദിവസത്തിനും ഓരോരോ ഗുണങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം നേരെ വന്നായാലോ നല്ല കണ്ണുണ്ടാവുക, നല്ല ചെവിടുണ്ടാവുക, നല്ല നാവുണ്ടാവുക. അല്ലേ? ഇതൊക്കെ ഉണ്ടായാൽ എൻ്റെ ജീവിതം എത്ര മനോഹരമായിട്ട് മാറും. നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിലും ആലോചിച്ച് നോക്കണം. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്കുണ്ടാവുക. അപ്പോൾ നവരാത്രി എന്തിനുള്ളതാണ്? നമ്മുടെ പ്രതിഭകളെ ഉണർത്തിയിടാൻ വേണ്ടിയിട്ടാണ്. അല്ലേ? അതുകൊണ്ട് ഇവിടെ പറയണം, ആ മാനവനായി തീരാൻ പ്രതിഭകൾ ഉയരുമ്പോഴാണ് നമ്മൾ ആരായിട്ട് മാറുക? മാനവൻ, എല്ലാവരാലും മാനിക്കപ്പെടുന്ന തരത്തിലായി തീരാം. മാനവനായി പോയാൽ അതിൽ നിന്ന് ഉയർന്ന് ദേവനായിട്ട് മാറണം, അല്ലെങ്കിൽ ദേവിയായിട്ട് മാറണം. അല്ലേ? ദേവൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം പ്രകാശിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം പറ്റി കൊടുക്കുമ്പോഴാണ് ആളുടെ പേരെന്താ? ദേവൻ. ദിവ എന്ന ധാതുവിൽ നിന്നാണ് ദേവൻ എന്ന വാക്കുണ്ടായത്. അപ്പോൾ സ്വയം പ്രകാശം
പ്രകാശിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം വരുത്തുമ്പോൾ ആൾക്ക് ദേവൻ എന്ന പേര് പറയും. അതുകൊണ്ടാണ് അമൃതാനന്ദമയി ദേവി, അതേപോലെ സായിബാബസ്വാമികളെ ഒക്കെ നമുക്ക് ദേവന്മാരായിട്ട് കാണും. ശ്രീനാരായണ ഗുരുദേവൻ അല്ലെ, ശ്രീരാമകൃഷ്ണ പരമഹംസരെ ദേവൻ വിളിക്കണം. ഇവരെയൊക്കെ നമ്മൾ ദേവനും ദേവിയായിട്ടൊക്കെ കാണാൻ കാരണം എന്താ? അവർ സ്വയം പ്രകാശിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്നു. അവരുടെ ഉള്ളിലുള്ള അറിവിനെ അവർ പ്രകാശിപ്പിച്ചപ്പോൾ മറ്റുള്ളവർക്കെല്ലാം വെളിച്ചമായിട്ട് മാറിയില്ലേ. ദേവനായാലും പോരാ, അഞ്ചാമത്തെ പടി എന്താണ്? ഈശ്വരനായി തീരണം. അതാണ് അഹം ബ്രഹ്മ പരബ്രഹ്മ സ അഹം സോഹം. ആ ഭാവത്തിലേക്ക് ഉയർത്തണം അല്ലേ. നമ്മളൊക്കെ എവിടെ കിടക്കണമെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നമ്മളിപ്പോഴും ഒതുക്കി ഇങ്ങനെ നോക്കി നടക്കണം. നിങ്ങൾ വാ, നിന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കാം. നമ്മൾ നോക്കിയിരിക്കാം. ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ഏത് പോയിട്ടില്ല? മൊത്തത്വം പോയിട്ടില്ല. പിന്നെ എങ്ങനെ നമ്മൾ ഈശ്വരഭാവത്തിലേക്ക് എത്തുന്നത്? ഓരോ ഗുണങ്ങളും പടിയായിട്ട് നമ്മൾ ഉയർന്ന് കയറാനുള്ളതാണ്. അപ്പോൾ എന്തിനാണ് ഈ ഉപാസന ക്രമങ്ങളൊക്കെ നമുക്ക് എന്തിനുള്ളതാണെന്ന് വെച്ചാൽ ബ്രഹ്മനിഷ്ഠരോ ദേവ ഒക്കെ ബ്രഹ്മനിഷ്ഠയിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. വെറും കർമ്മനിഷ്ഠതയിൽ നിന്ന് ബ്രഹ്മനിഷ്ഠനായി തീരാനാണ് ഭാഗവതം, നാരായണീയം, എല്ലാ പുരാണങ്ങളും അല്ലേ. ഇപ്പം രാമായണ കാലം വരെ ഓട്ടം തുടങ്ങാമെന്നല്ലാതെ കൊണ്ട് രാമായണത്തിൽ കൂടി രാമായുവാക്കിയെങ്കിലും രായുമാവില്ല, രാമൻ്റെ അയനം ഉണ്ടാവില്ല. നമുക്ക് ഇത് രണ്ടും ഇല്ലാതെ കൊണ്ട് നമ്മൾ വേറെ ഏതോ ലോകത്തിൽ കൂടി ഓടി നടക്കുകയല്ലേ നമുക്ക് ചെയ്യാം. അങ്ങനെ ആവരുത് എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞു, ആ മുക്തിക്ക് വേണ്ടത് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് വിരാഗം അല്ലെങ്കിൽ വൈരാഗ്യം. വിരാഗം അല്ലേ, എന്തിനോടൊക്കെയാണ് നമുക്ക് നശിക്കുന്ന, നമുക്ക് ദുഃഖമുണ്ടാക്കുന്ന വസ്തുക്കളോട് നമ്മൾ മുഖം തിരിക്കാതെ കണ്ടിരിക്കാം. അതിന് ആഭിമുഖ്യം ഇല്ലാതെ ഉണ്ടായിത്തീരാം. ഇത് ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അപ്പോൾ വിഷയാരാമത്വത്തിൽ നിന്ന് നമ്മളെ പതുക്കെ ആത്മാരാമനാക്കി മാറ്റുമ്പോൾ അതിൻ്റെ പേരാണ് മുക്തി എന്ന് പറഞ്ഞാൽ. മുക്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം കഴിക്കാനുണ്ട്. അത്രയും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത്രയും പറയുന്നില്ല. അപ്പം ഇവിടെ എങ്ങനെയാണ് നമ്മൾ മുക്തിയെ അറിയണത് എന്ന് ചോദിച്ചാൽ ഈശ്വരനെ നമ്മൾ തിരിച്ചറിയണം. ആദ്യം ഭഗവാൻ ആരാണ് എന്നിവിടെ ആദ്യത്തെ അധ്യായം കൊണ്ട് തന്നെ നമുക്ക് കാണിച്ചു തരാം. ഭഗവാൻ 125 വർഷം പൂർത്തിയാക്കി തൻ്റെ സ്വരൂപത്തിനെ മറിക്കാൻ തീരുമാനിച്ചു. ഇത് അറിഞ്ഞതായിരിക്കുന്ന ഋഷികൾ മുഴുവനും ആയിരക്കണക്കിന് ഋഷിമാര് ദ്വാരകയിൽ താമസമാക്കി ഭഗവാനെ പ്രദക്ഷിണം വെച്ചും അവിടുത്തെ നമസ്കരിച്ചുകൊണ്ടും അവിടുത്തെ സ്തുതിച്ചുകൊണ്ടും അവരങ്ങനെ കണ്ണൻ്റെ ദിവ്യമായിരിക്കുന്ന രൂപത്തിനെ ഹൃദയത്തിലേക്ക് അങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുക അവർ. കാരണം എത്രയോ യുഗങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു കൃഷ്ണാവതാരം ഉണ്ടായതല്ലേ. മറ്റൊരു അവതാരത്തിലും ഇതേപോലെ അടുത്ത് പോയി ഇരിക്കാൻ പറ്റിയില്ല. നരസിംഹത്തിൻ്റെ അടുത്തോ വാമനമൂർത്തിയുടെ അടുത്തോ ശ്രീരാമൻ്റെ അടുത്ത് പോലും അടുത്ത് പോയി പെരുമാറാൻ പറ്റിയിട്ടില്ല ഒരാൾക്ക് പോലും. കാരണം ഒരു വാക്ക്, ഒരു ബാണം, ഒരു പത്നി, അതാണ് മൂപ്പൊക്കെല്ലാം ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരാളും അടുത്തേക്ക് എല്ലാം മൂപ്പൊക്കെ ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും മാറി നിന്നോളൂ. വാമനമൂർത്തിയുടെ അടുത്തേക്ക് ഒട്ടും ചെല്ലാൻ പറ്റിയിട്ടില്ല. പരശുരാമൻ്റെ കഥ പറയേ വേണ്ട. എപ്പോഴാണ് വെട്ടിക്കൊള്ളണേന്ന് അറിഞ്ഞൂടാ. സ്വന്തം അമ്മയും സഹോദരന്മാരെയും വെട്ടിക്കൊന്ന് മുക്കുക. പിന്നെ നമ്മുടെ കഥ വേണ്ടോ? അപ്പോൾ ഒരാളുടെ അടുത്തേക്ക് പോലും എത്താൻ പറ്റാതെ കണ്ട് വിഷമിക്കുമ്പോഴാണ് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ആ ബ്രഹ്മം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അതുകൊണ്ട് തന്നെ ആ ഭഗവാനെ കൂടുതൽ എത്രമാത്രം സേവിക്കാൻ പറ്റുമോ അത്രയും കൂടുതലാക്കാൻ വേണ്ടി ഋഷിമാരെല്ലാം ആയിരക്കണക്കിന് ഋഷിമാർ വന്നിരിക്കുമ്പോൾ ഒരു ദിവസം ഭഗവാന്റെ ഒരു പുഞ്ചിരി കണ്ടപ്പോൾ അവരെല്ലാവരും അവിടെ വിട്ടു പോയി. അവർക്ക് മനസ്സിലായി ഭഗവാൻ പൊക്കോളൂ എന്ന് പറയുകയാണെന്ന് തോന്നി. വലിയതായിരിക്കുന്ന ഒരു ബ്രാഹ്മണ ശാപം കൊണ്ട് ആ തൻ്റെ കുലത്തിനെ മുഴുവൻ നശിപ്പിക്കാൻ തീരുമാനിച്ചു ഭഗവാൻ. നമ്മളാണെങ്കിൽ എന്താ പറയുക, കുലമിച്ച കുലധർമ്മം മാംസ പാലയ അമ്മയുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നെ എൻ്റെ കുലത്തിനെയൊക്കെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു ഇതൊക്കെ ഒന്ന് പോയെങ്കിൽ എനിക്ക് സമാധാനമായിരുന്നു അല്ലേ. അതാണ് ഭഗവാനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അല്ലേ. ഈശ്വരന് ആരോടാണ് ബന്ധം എന്ന് ചോദിച്ചാൽ സർവധർമ്മ പരിത്യജ്യ മാമേകം ശരണം വ്രജ. എല്ലാ ധർമ്മങ്ങളും വിട്ട് ആരാണോ തന്നെ അനന്യമായിട്ട് ശരണം പ്രാപിക്കുന്നത് ലോകക്ഷേമം വാഹ്യം, അവരുടെ കാര്യം ഞാൻ ഏറ്റുന്നല്ലേ ഇവരെപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്കറിയില്ല. നമ്മുടെ ധാരണ എന്തെങ്കിലുമൊക്കെ പൈസയൊക്കെ കൊണ്ടുകൊടുത്താൽ വേഗം മുമ്പ് നമ്മുടെ പിന്നാലെ പോലും എല്ലാ മാസവും ഞാൻ ഗുരുവായൂർക്ക് പോകണം, ഞാൻ വിളിക്കൊക്കെ ഗുരുവായൂരെന്ന് പറയും. ഒരാൾ മക്കളും കൂടെ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പിന്നെ എല്ലാം ഗുരുവായൂരിനോട് തന്നെ ഒരാൾ നമ്മുടെ പിന്നാലെ വരില്ല. അപ്പോൾ ആ ബോധം നമുക്ക് ആവുന്നില്ല എന്നാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഋഷിമാരെല്ലാം പോകുന്ന സമയത്താണ് പിണ്ടാരകം എന്ന് പേരായിരിക്കുന്ന തീർത്ഥം. പിണ്ടാരകോ നാമ സർവ
സർവതീർത്ഥസ്യ പിണ്ഡതഃ. പിണ്ഡാരകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സർവതീർത്ഥങ്ങളുടെയും സാന്നിധ്യമുള്ള സ്ഥലമാണ് പിണ്ഡാരകം. അവിടെ ചെന്നിട്ട് കൂടി അവരെന്ത് ചെയ്തു? സജ്ജനനിന്ദ ചെയ്തു. ആ സജ്ജനനിന്ദയുടെ ഫലം എന്താ? മുസലം കുലനാശനം. അവരനുഗ്രഹിച്ചു. ശപിച്ചു എന്ന് പറയാൻ പാടില്ല. നമുക്ക് ഒരിക്കലും ഭാഗവതം വെച്ചുകൊണ്ട് ശപിച്ചു എന്ന് പറഞ്ഞാൽ ആ സജ്ജനങ്ങളെ എത്ര മോശമായിട്ട് മാറും അല്ലേ? അങ്ങനെ വരാൻ പാടില്ല. അവർക്കെല്ലാം ജീവിതത്തിന്റെ അതിർത്തി കാണിച്ചു കൊടുക്കുന്നതാണ്. ഇത്ര കൂടി നിങ്ങൾ പോവുള്ളൂ അല്ലേ? ഇത്ര ദൂരം കൂടി അറിയുള്ളൂ നിങ്ങൾക്ക്. നമുക്കത് പറഞ്ഞു തന്നിട്ടില്ല. നമുക്ക് അനുഗ്രഹമില്ല, ശാപമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെട്ടു പോയത്. അപ്പൊ നമുക്ക് ജീവിതത്തിലെ ഒരു പരിധിയുണ്ട്, ഇന്ന സമയം വരെ അല്ലേ? ആ സമയം നമുക്ക് അതിനാണ് സത്സംഗം. സത്സംഗം നേടുമ്പോഴാണ് നമ്മൾ അറിയാം ഇത്ര കാര്യം എനിക്കുള്ളൂ എന്ന് തിരിച്ചറിയുമ്പോൾ അതിൻ്റെ ഉള്ളുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വേണ്ടതൊക്കെ ചെയ്യാൻ നമ്മൾ വേണ്ടത് ഭാഗ്യമുള്ളവർ എന്ത് ചെയ്യും? ഇതേപോലെയുള്ള കർമ്മങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ പാദത്തിലേക്ക് എത്തും. അല്ലാത്തവരെന്ത് ചെയ്യും? ഇത്രയും ദിവസമുള്ളൂ, അതിൻ്റെ ഉള്ളിൽ എത്ര ഭൂമി വാങ്ങിച്ചു കൊടുക്കും, അതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ എന്തൊക്കെയോ ചെയ്ത് കൂട്ടണം അല്ലേ? ഇങ്ങനെയാണ് ഭൗതിക സമ്പത്തിൻ്റെ പിന്നാലെ പോകും. അറിവുണ്ടെങ്കിൽ എന്തുണ്ടാവും? നമുക്ക് ആത്മീയ സമ്പത്തിൻ്റെ പിന്നാലെ പോകും. ഇവിടെ അവരെ അനുഗ്രഹിച്ചു. മുസലം കുലനാശനം. നിങ്ങൾക്ക് ആ കുല മുഴുവൻ നശിക്കാൻ ഇടയാവട്ടെ. അത് വരുന്നുണ്ട്. ഈ കാലം ഇനി അതിവിദൂരമല്ല. പറഞ്ഞു കൊടുത്തു. അവരെ ആ ഇരുമ്പലയ്ക്ക രാഗി പൊടിച്ച് കളഞ്ഞെങ്കിലും അതെല്ലാം ഏതൊക്കെ പുല്ലുകളായിട്ട് നിൽക്കുമ്പോഴാണ് ഇവിടെ നാരദ മഹർഷി മാത്രം ദ്വാരകയും പോയില്ല. കാരണം എന്താ? ശ്രീനാരദ മഹർഷിക്ക് ഗുരുവായൂരപ്പനെ കണ്ട് മതി വരുന്നില്ല. എപ്പോഴും പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചുകൊണ്ടും കണ്ണനെ പൂജിച്ചുകൊണ്ടും അവിടുത്തെ തിരുനാമം ജപിച്ചുകൊണ്ടും അങ്ങനെ കൺകുളൊക്കെ ആ കമനീയമായിരിക്കുന്ന രൂപം ഹൃദയത്തിലേക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക. നാരദൻ ആദ്യത്തെ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, എത്രയോ കാലം കഷ്ടപ്പെട്ടതാണ്. അദ്ദേഹം വടക്കോട്ട് സഞ്ചരിച്ച കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇന്ന് കാണും ഞാൻ എൻ്റെ കണ്ണനെ എന്ന് വിചാരിച്ചുകൊണ്ട് അധികം കഷ്ടപ്പെട്ട ആളാണ്. അങ്ങനെ നിത്യ സമ്പത്തായില്ലേ. അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റ് ഋഷിമാരേക്കാൾ കൂടുതൽ സ്ഥാനവും ഭഗവാൻ നൽകിയിരിക്കുന്നു. ഭഗവാൻ നാരദൻ സ്ഥാനം കൊടുത്തു. അതുകൊണ്ട് നാരദ മഹർഷി ഭഗവാനെ വിടാതെ കൊണ്ട് സദാ അവിടുത്തെ സേവിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞു ചരണാംബുജം. ഭഗവാന്റെ മുക്തിയെ നൽകുന്ന ആ ഭഗവാന്റെ ചരണാംബുജം. അതുകൊണ്ട് ശ്രീകൃഷ്ണ ചരണാംബുജം എന്നല്ല പറഞ്ഞത്. പിന്നെയോ മുകുന്ദ ചരണാംബുജം. ആ വാക്കിനാണ് അർത്ഥം. ഓരോരുത്തരും പറഞ്ഞിരിക്കുന്ന വാക്കുകളെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. അതാണ് ഭാഗവതം പഠിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ട വാക്ക് എന്താണെങ്കിലോ ഇതേപോലെ ഓരോ വാക്കുകൾ ചിലർക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കിൻ്റെ പ്രാധാന്യം അറിയുമ്പോഴാണ് ഭാഗവതത്തിൻ്റെ മഹത്വം നമ്മൾ അറിയാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വായിച്ചു എന്താ ജനാംബുജം, എന്തുകൊണ്ടാണ് ജനാംബുജം, എന്താണെന്ന് നമുക്കറിയില്ല അല്ലേ? പിന്നെ കൃഷ്ണ ജനാംബുജം ആയാൽ കുഴപ്പമൊന്നുണ്ടോ? കുഴപ്പമില്ലാഞ്ഞിട്ടല്ല, അത് പോരാ. നമുക്ക് ഇവിടെ മുക്തിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അല്ലേ? അപ്പൊ പിന്നെ മുക്തിയെ നൽകുന്നത് ആരാ? മുകുന്ദൻ തന്നെയല്ലേ? അതുകൊണ്ട് മുകുന്ദചരണാംബുജം. ആ ഭഗവാൻ ഇന്ദ്രിയവാൻ മുകുന്ദചരണാംബുജം. ആ മുകുന്ദചരണാംബുജങ്ങളെ തന്നെ ഇതാ ആ ഭരിച്ചുകൊണ്ട് ഇരിക്കണമത്രേ. മരണത്താൽ ചുറ്റപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. മരണമാകുന്ന പാമ്പിന്റെ വായിൽ അകപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഇനി നമുക്ക് എന്തേ വേണ്ടത്? ആ മുക്തിയുടെ ദേവനായിരിക്കുന്ന ഭഗവാന്റെ പാദങ്ങളെ സർവാത്മന ആശ്രയിക്കണം. സർവം ബ്രഹ്മമയം എന്ന ആ വസ്തുസ്ഥിതിയിൽ നടക്കുന്ന നാരദനെ സമീപിച്ചുകൊണ്ട് വസുദേവരെ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ വസുദേവരുടെ അവസ്ഥ അല്ലേ? മകനായിട്ട് മാത്രം കണ്ട വസുദേവർക്ക് ഇപ്പൊ മനസ്സിന് ഭാവവ്യത്യാസം വന്നു. അതുകൊണ്ട് അദ്ദേഹം നാരദ മഹർഷിയുടെ പാദങ്ങളെ നമിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ആ ഭാഗവത ധർമ്മം ഒന്ന് പറഞ്ഞു തരുമെന്നാണ്. എത്ര സന്തോഷമായി നാരദ മഹർഷിക്ക്. കാരണം ഭോഗാവസ്ഥയിൽ നിന്ന് യോഗാവസ്ഥയിലേക്കുള്ളൊരു മാറ്റം. ഈ മാറ്റമാണ് നമുക്ക് മനസ്സുകൊണ്ട് വേണ്ടത് അല്ലേ? മമേതി എന്നുള്ള ഭാവത്തിൽ നിന്ന് മമ എന്നുള്ള ഭാവത്തിലേക്ക് ഉയരുമ്പോഴാണ് യോഗഭാവം. നമ്മളൊക്കെ ഭോഗഭാവത്തിൽ കിടക്കുകയാണ് അല്ലേ? ഈ ഭോഗത്തിൽ നിന്ന് യോഗത്തിലേക്ക് എത്താനുള്ള മാർഗമാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരിക. അതുകൊണ്ട് ശ്രീനാരദ മഹർഷിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി. കാരണം നമുക്കൊക്കെ കിഞ്ചന സ്വഭാവമാണ്. ആ കിഞ്ചന സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം സമ്പാദിച്ച് കൂട്ടണം, മോഹങ്ങൾ അല്ലേ? അത് മാറിയിട്ട് അകിഞ്ചന സ്വഭാവത്തിലേക്ക് എത്തണമെങ്കിൽ അതിന് ഏറ്റവും നല്ലത് എന്താണ്? ഭാഗവത ധർമ്മമാണ്. ഞാൻ കേട്ടതായിരിക്കുന്ന നിമി മഹാരാജാവ്
നവയോഗികൾ തമ്മിൽ നടന്നതായിരിക്കുന്ന ഭാഗവത ധർമ്മത്തിനെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്വൈതത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അദ്വൈത ജ്ഞാനമാണ് 9 ശ്ലോകങ്ങളിൽ കൂടി എങ്ങനെ നമുക്ക് ബ്രഹ്മാനന്ദം അനുഭവിക്കാം, എങ്ങനെ നമുക്ക് അദ്വൈത ജ്ഞാനം അനുഭവിക്കാം, എങ്ങനെ രണ്ടില്ലാത്ത സർവത്ര സമദർശിത്വം ഇത് നേടാം. ഇതാണ് ഈ 9 ചോദ്യങ്ങളുടെ സാരം കേട്ടോ. ഇതാദ്യം മനസ്സിലാക്കിയാൽ മതി. പിന്നെ ബാക്കിയൊന്നും വിശ്ലേഷിച്ച് കാണിച്ച് കുഴപ്പമില്ല. ഈ 3 കാര്യം നമുക്ക് അറിഞ്ഞാൽ മതി. എങ്ങനെ അദ്വൈത ദർശനം നമുക്കുണ്ടാവും, സമദർശിത്വം നമുക്കുണ്ടാവും അല്ലേ. ഈ 2 ഭാവങ്ങൾ വളരെ പ്രധാനമായിട്ടുള്ളതാണ്. പിന്നീടാണ് ബ്രഹ്മാനന്ദം. ഇത് 2 പറഞ്ഞാൽ എന്തായിട്ട് മാറി? അദ്വയം ബ്രഹ്മാനന്ദ ഭാവം. ഇവിടെ എല്ലാം ഭഗവാനേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എത്രമാത്രം ആനന്ദം നമുക്ക് ഉണ്ടാവുക അല്ലേ. നമുക്കിപ്പോൾ അങ്ങനെ സാധിക്കാൻ പറ്റുന്നില്ലല്ലോ. അത് അറിയില്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം. ദേവീഭാഗവതത്തിൽ ശ്രീശ്വരമഹർഷി ജനക മഹാരാജാവിൻ്റെ അടുത്ത് ഉപദേശം നേടാൻ പോകുന്ന ഒരു ഭാവമുണ്ട് അല്ലേ. ഇത് രസമതിയോ, എത്ര ദിവസം ഇരുന്ന് പറഞ്ഞാലും ഞാൻ 2 ദിവസം കൊണ്ട് അവർ പറഞ്ഞു വരാൻ പറ്റില്ല. അത് കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ട് ചോദിച്ചു, ഇന്ന് ഈ 9 ദിവസം എന്നുള്ളത് 12 ദിവസം ആക്കേണ്ടി വരുന്നതാണ്. അങ്ങനെ ചോദിച്ചത്ര ഞങ്ങൾക്കൊന്ന് വേണ്ട, ഞാൻ തിരിച്ചുതരാൻ എന്താണെന്ന് വെച്ചാൽ അത്രയും നല്ല വിഷയമാണത് അല്ലേ. അപ്പോൾ ജനക മഹാരാജാവ് കയറി ചെല്ലുമ്പോൾ കുറേ കഷ്ടപ്പെട്ടു അദ്ദേഹം അല്ലേ. 3 ദിവസം നഗരത്തിന് പുറത്തിരിക്കേണ്ടി വന്നു. പിന്നെ 3 ദിവസം എല്ലാ സുഖങ്ങളും അനുഭവിച്ചു, അവജ്ഞയും ഒക്കെ നേടി. അവസാനം ജനകൻ്റെ മുമ്പിലെത്തിയ സമയത്ത് ജനക മഹാരാജാവ് ചോദിച്ചു അത്ര, നീ എന്താണ് വരുന്ന വഴിക്ക് കണ്ടത് എന്ന് ചോദിച്ചു അത്ര. കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ കുറേ പഞ്ചസാര പടികൾ കണ്ടു. പിന്നെ എന്തൊക്കെ കണ്ടു? കുറേ പഞ്ചസാര പൂലുകൾ കണ്ടു. പിന്നെ എന്തൊക്കെ കണ്ടു? കുറേ പഞ്ചസാരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിട്ട് കണ്ടു. ഇങ്ങനെ എല്ലാം പഞ്ചസാരയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പം നീ എന്ത് കാണുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു പഞ്ചസാര മറ്റൊരു പഞ്ചസാരയോടുകൂടി സംസാരിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ പൊക്കോളൂന്ന് പറഞ്ഞു. എനിക്ക് ജ്ഞാനം തരേണ്ട ആവശ്യമില്ല. കാരണം എന്താ, എല്ലാം എന്തായിട്ട് കണ്ടു? മധുരമായിട്ട് കണ്ടു അല്ലേ. ഒന്നിലൊന്നും മറ്റൊന്നും കണ്ടില്ലാണ് മനസ്സിലുള്ളതും നന്നായിട്ട് കാണാൻ സാധിക്കാം. ആ ആനന്ദ രസത്തിനെ നമുക്ക് എത്ര അറിയാൻ സാധിക്കണം. അതിലും വലുതായിട്ടൊരു ജ്ഞാനം കിട്ടാനില്ല. അപ്പോൾ നിമി മഹാരാജാവിന് അതില്ലാഞ്ഞിട്ടല്ല, പക്ഷേ സജ്ജനങ്ങളെ കണ്ടാൽ എന്ത് വേണം? അവരിൽ നിന്ന് അവരുടെ തിരുമുഖത്ത് നിർദ്ദളിക്കുന്ന ആ കഥാമൃതൻ അവരുടെ ഉപദേശങ്ങൾ നേടണം. ഇതിനാ സംസാരേസ്മിണാത്തോപി സത്സംഗ ശേവദിനാണ് പ്രധാനം. എപ്പോഴൊക്കെ നമുക്ക് ഈ മനസ്സ് ശുദ്ധമാവാൻ ഈ സത്സംഗം തന്നെ വേണം. അത് എത്രയായാലും അധികസ്യ അധികം ഫലം. എത്രമാത്രം നമ്മൾ സത്സംഗത്തിൽ പോയിരിക്കുന്നുണ്ടോ അത്രയും നമുക്ക് മനസ്സിന് നന്മ വരും അല്ലേ. മനസ്സിന് നല്ല ഉണർവ് വരും, ഉഷാറ് വരും. ജീവിതത്തിൽ നമുക്ക് എന്നും ഉയർച്ച വരണമെങ്കിൽ ഈ തളർന്നു പോകുന്ന മനസ്സ് ഉയരാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? താമര പോലെ മനോഹരമായിട്ട് നോക്കണം അല്ലേ. താമരയെ പോലെ ആവുന്ന തുടർന്നു നിൽക്കണം. താമരയ്ക്ക് ഇനി എത്ര മഴ പെയ്താലെന്താ, എത്ര വെള്ളം പൊങ്ങിയാലെന്താ, താമര അതിൻ്റെ നീരും. എപ്പോഴെങ്കിലും താമര വെള്ളത്തിൻ്റെ രീതിയിൽ പോകണമെന്നുണ്ടല്ലോ, അത് പോയില്ല. അത് എത്ര വെള്ളം പൊങ്ങിയാലും അതിന് നീരേക്ക് വന്ന് നിൽക്കും. ഇത് എങ്ങനെയാണോ കഴുത്ത് ഇങ്ങനെ നീണ്ടുപോയത് നമ്മൾ വിചാരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഭാവം അല്ലേ. അതിൻ്റെ മനസ്സെന്താണ്? ആ താമരയ്ക്ക് എപ്പോഴും സൂര്യനെ നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ മനോഭാവപൂർവ്വം എൻ്റെ കാന്തനായിരിക്കുന്ന സൂര്യനെ കാണുമെന്നുള്ള മോഹമല്ലേ. ഈ ഒരു മോഹം നമുക്ക് എപ്പോൾ ഉണ്ടാവും? നമ്മുടെ മനസ്സും ഇതേപോലെ വിടർന്ന് സുന്ദരമായി എങ്ങനെ ഉയർന്നു നിൽക്കും? എല്ലാം എത്ര 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 വെള്ളം പൊങ്ങി, എത്ര മഴ പെയ്ത് നമ്മളെ താഴ്ത്താൻ ശ്രമിച്ചാലും നമ്മൾ എന്തുണ്ടാവും? ഉയർന്നു നിൽക്കും അല്ലേ. താര നല്ലൊരു സുഖം. അതുകൊണ്ടാണ് നമഃപങ്കജനാഭായ നമഃപങ്കജമാലിനേ നമഃപങ്കജനേത്രായ നമസ്തേ പങ്കജേ. ഭാഗവതത്തിൽ 2-3 ഈ ശ്ലോകം ചൊല്ലുന്നുണ്ട്. എന്തിനീ ചൊല്ലെന്ന് വെച്ചാൽ ഗുരുവായൂരപ്പനെ ഭജിച്ചാൽ എന്തുണ്ടാവും? നമ്മളും താമര പോലെ മനോഹരമാവും. അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ സൗരഭ്യവും മാത്രമല്ല, ഒരിക്കലും താഴ്ന്നു പോവാത്ത ഒരു മനസ്സിന് ഉടമകളായി തീരാൻ ഗുരുവായൂരപ്പനല്ലാതെ കൊണ്ട് വേറെ ആർക്ക് സാധിക്കും നമ്മളെ ഉണർത്താൻ അല്ലേ. അത് കാണിച്ചു തരികയാണ്. അതുകൊണ്ടാണ് കണ്ണൻ്റെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് എന്തെന്നില്ലാത്ത മോഹത്തോടു കൂടിയിരിക്കുന്ന ആ നിമി മഹാരാജാവിൻ്റെ മുമ്പിൽ നവയോഗികൾ വന്നപ്പോൾ 9 രത്നസിംഹാസനത്തിരുത്തി അവരെ പൂജിച്ചുകൊണ്ട് ചോദിച്ചു, ക്ഷേമത്തിന് വേണ്ടി എന്ത് വേണം? ധർമാൻ ഭാഗവതാൻ ഭൂതാം. ഏറ്റവും നല്ല ഭാഗവത ധർമ്മത്തിനെ സജ്ജനങ്ങളെ നിങ്ങൾ പറഞ്ഞു തരുവാണ്. എന്താണ് ഭാഗവത ധർമ്മം? എന്താണ് ഭക്തലക്ഷണം? എന്താണ്
മായ ജയിക്കാനുള്ള മാർഗം എങ്ങനെയാണ്? എന്താണ് മായയുടെ സ്വരൂപം? എന്താണ് മായയെ ജയിക്കാനുള്ള ആ മാർഗം? എന്താണ് നാരായണ സ്വരൂപം? എന്താണ് കർമ്മയോഗം? എന്തൊക്കെയാണ് അവതാരങ്ങൾ? എന്തൊക്കെയാണ് വിഷയന്മാരുടെ ഗതി? എന്താണ് യുഗധർമ്മങ്ങൾ? ഇങ്ങനെ 9 ചോദ്യങ്ങളാണ് ചോദിക്കുക. ആ 9 ചോദ്യങ്ങൾക്ക് 9 പേര് കവിഹരി അന്തരീക്ഷം പ്രബുദ്ധം പിപ്പലായനൻ ആലുഹവജ്രം നിർമ്മലൻ തമസൻ കരഭാജനൻ 9 പേരും മറുപടി വന്നു. ഇത് പറഞ്ഞു തീരുമ്പോൾ 2 ആഴ്ചയാകും. അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരിക്കലും നമുക്ക് ഒരു ശ്ലോകം കൊണ്ട് നമുക്ക് പറഞ്ഞു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. കവി എന്ന മഹർഷീശ്വരൻ ആദ്യം തന്നെ പറഞ്ഞെന്താ? സർവാത്മന ശരണം ഭാവിക്കുന്നത് ആരെയായിരിക്കണം? അതാ പരമമായിരിക്കുന്ന ഈശ്വരനെ ആണെങ്കിൽ അത് തന്നെയാണ് ശരിയായിരിക്കുന്ന ഭാഗവതധർമ്മം എന്ന് പറയുന്നത്. കാരണം നമുക്കൊക്കെ ഉള്ളത് എന്താണ്? ഏറ്റവും കൂടുതൽ ഭയമാണ് അല്ലേ? എന്തിനെക്കുറിച്ചുള്ള ഭയമാണ് നമുക്കുള്ളത്? മരണഭയമാണ്. കാലിനൊരു മുള്ളുകൊണ്ടാൽ കൂടി നമ്മൾ അപ്പോൾ ഡോക്ടറെ കാണാൻ പോകും. എന്തുകൊണ്ടാണെന്നറിയോ? എങ്ങനെയെങ്കിലും ഇതൊന്നും കാലിന് മുള്ളുകൊണ്ട് അതെങ്ങാനും വിഷമായിട്ട് മാറി പ്രശ്നമായാലോ, കാല് മുറിച്ച് കളയേണ്ടി വന്നാലോ, അതെല്ലാം ടെൻഷനാണ് നമുക്കല്ലേ? അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ വന്ന് ശരീരം അടിച്ച് കെട്ടണതും കഴുത കെട്ടണതും തുള്ളണതും ചാടണമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഈ ഭയം പോകാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ചെയ്തിട്ട് ഭയം പോയോ? നമുക്ക് ഭയം ഒട്ട് പോയില്ല. കാരണം ചട്ടി ജയിച്ച നാളെ പുള്ളിക്കൊണ്ടിരിക്കാൻ പേടിച്ചിട്ടേ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഭയം പോവാം? ഒരിക്കലും ആ ഭയമേ പോയില്ല എന്നർത്ഥം. അപ്പോൾ നമ്മുടെ ഈ മരണഭയം ഇല്ലാതെ ഉണ്ടാവും. നമുക്ക് ഒരു രോഗവും നമ്മളെ വരാതെ കണ്ടിരിക്കണം. ഒരു രോഗം വന്ന് നമുക്ക് ഭയമായില്ലേ? ഒരിടത്ത് തിരുവനന്തപുരത്ത് ഒരു വായനയ്ക്ക് ഉദ്ഘാടനം ചെയ്യാൻ തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല ഡോക്ടർ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു 10 മിനിറ്റ് പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ റിട്ടയർഡായ ഒരു ഡോക്ടറാണ്. ഞാനിപ്പോൾ സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങി. അദ്ദേഹം ഗുരുവായൂരിൻ്റെ വലിയ ഭക്തനാണ്. എപ്പോഴും ഹരിരാമായിട്ട് ജനിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്ലിനിക്ക് തുടങ്ങിയപ്പോൾ ഗുരുവായൂരിൻ്റെ ഫോട്ടോകളൊക്കെ ചാത്തി മാലയൊക്കെ ചാത്തി വിളക്ക് കത്തിച്ച് ഞാൻ ഗുരുവായൂരിനോട് എന്താ പ്രാർത്ഥിച്ചതെന്നറിയോ? ആർക്കെങ്കിലും പറയാമെന്ന് വെച്ചു. ആരും മിണ്ടാണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. ഒരാളും മിണ്ടാനില്ല. പക്ഷേ ഇനിയിപ്പോൾ അദ്ദേഹം തന്നെ വിളിക്കുന്നു മിണ്ടാണ്ട് ഞാൻ തന്നെ പറയാം, ആരും പേഷ്യൻ്റ് തന്നെ അല്ലേ? അല്ലാതെ ആരെങ്കിലും ഏതെങ്കിലും ഡോക്ടർ പറയാറുണ്ടോ? ഒരാൾക്ക് രോഗമില്ല എൻ്റെ അങ്ങനെ വിളപ്പാന്ന് പറയുമോ? എല്ലാവരും രോഗികളായിട്ട് മാറി എൻ്റെ തെറ്റ് പറഞ്ഞാൽ നമ്മളെന്താ പ്രാർത്ഥിക്കുന്നത്? രോഗാമേ നാശയാശേഷാൻ ആശുധന്വന്തരേ ഹരേ വരുന്ന രോഗങ്ങളെ കന്നുപോവാൻ ഗുരുവായൂരപ്പ. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ്? രോഗം പോകാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഡോക്ടർമാർ പറയും രോഗികൾ ധാരാളം ഉണ്ടാവും ഗുരുവായൂരപ്പ. അത് നല്ല രോഗമായിട്ട് വരികയാണെങ്കിൽ നന്നായി കൂടുതൽ എനിക്ക് ശ്വാസം എഴുതി കൊടുക്കാമല്ലോ. ഇങ്ങനെയൊക്കെയാണ് അവർ പ്രാർത്ഥിക്കുക അല്ലേ? അതൊരു കുറ്റം പറയുകയല്ലാട്ടോ. ഒക്കെ ജീവിക്കേണ്ട വ്യക്തി കുഴപ്പമില്ലേ? അപ്പോൾ ഇതുപോലെയാണ് ഈ ലോകം. അപ്പോൾ നമുക്കെല്ലാം എന്തെന്ന് വെച്ചാൽ നമുക്കെല്ലാം ഭയമല്ലേ? ആ ഭയത്തിൽ നിന്ന് മറികടക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? ശ്രുതികളും സ്മൃതികളും പുരാണങ്ങളും ഉപനിഷത്തുകളും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നു. കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമ്യന്യേൽ സകലം പരസ്മൈ നാരായണായേതി ഇതിൻ്റെ പേരാണ് ആത്മനിവേദനം. ഇത് നമ്മൾ 4 പ്രാവശ്യം വെച്ച് ചൊല്ലണുണ്ട്. എപ്പോഴൊക്കെ നിർത്തണുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ചൊല്ലണ്ട അല്ലേ? തെക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പറയാൻ വേണ്ടി ചൊല്ലണേട്ടാ പോയി ആ തീർന്നു ഭാഗവതം തീർന്നത്. ഇത് തീർക്കാനുള്ള മന്ത്രമാണ് നമ്മുടെ ധാരണ. ഇത് തീർക്കാനുള്ള മന്ത്രമല്ല, ഇത് തുടങ്ങാനുള്ള മന്ത്രമാണ് അല്ലേ? ഒരു ദിവസം നമ്മൾ ആരംഭിക്കുമ്പോൾ തന്നെ ആരുടെ സമർപ്പണം ചെയ്യണം? എന്നെ നാരായണായേതി സമർപ്പയാമി. വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഏതെല്ലാം തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ ഇതെല്ലാം ആ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് വരട്ടെ. കണ്ണുകൂട്ടി ഒരാൾ ഭാഗവതം പറയാ, കണ്ണുകൂട്ടി ഓടിയാലും വീടില്ല നമ്മൾ അല്ലേ? നമ്മൾ ആ സമർപ്പണം ചെയ്യാൻ മാത്രം മതി. അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത് എളുപ്പത്തിൽ നമുക്കുണ്ടാവുന്നില്ല. അതിനാണ് ശൃണ്വൻ സുഭദ്രാണി രഥാംഗപാണേ ജന്മാനി കർമാണി തയാനി ലോകേ നാമാനി രൂപാണി നാമാനി തതസ്തകാനി ഗായൻ വിലജോ വിജരേസംഗഃ. എങ്ങനെ നാമം ജപിക്കണം? ശൃണ്വൻ സുഭദ്രാണി രഥാംഗപാണേ ജന്മാനി കർമാണി തയാനി ലോകേ
ഇതാ കീർത്തനങ്ങളും ഭാഗവതാദി പുരാണങ്ങളും ഒക്കെ വർക്കണം ജയിക്കണം നാമങ്ങളുടെ ഗീതാനി നാമാനി തദർത്ഥകാനി ഗായൻ വിലജോ അസംഗമായിട്ട് നാമം ജപിക്കണം. മറ്റൊരാളെ നമുക്ക് അടുത്തിരിക്കുന്ന ആളെ ഇങ്ങനെ നോക്കും, അയക്കിപ്പോൾ എന്താ തോന്നുന്നാവും, ഞാൻ എന്നെ നാമം ജപിക്കാത്ത ആളാണ്, ഇപ്പോൾ നാമം ജപിച്ച അയക്കെന്താ വിഷമം തോന്നുക അങ്ങനെ തോന്നണ്ട. നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ നാമം ജപിക്കണം അല്ലേ. എൻ്റെ കൂടെ ഭാര്യ വരില്ല, ഭർത്താവ് വരില്ല, മക്കൾ വരില്ല, ആരെങ്കിലും വരും എൻ്റെ കൂടെ, ഒരാൾ വരില്ല എന്നർത്ഥം. എന്ത് വന്നാലും എനിക്ക് വരുന്നതൊക്കെ അനുഭവിക്കാൻ ആര് വേണം? ഞാൻ തന്നെ വേണം അല്ലേ. അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ നമ്മളൊക്കെ പറയും, ഗുരുവായൂർക്കാണോ പോണേ ഞാൻ എനിക്കും കൂടി വേണ്ടിയിട്ടൊന്നും പ്രാർത്ഥിക്കുള്ളൂ, ഒരു ഞാൻ കൽക്കൂരി അങ്ങനെ ഡെലിമോട്ട് ഇട്ടുള്ളൂ, നാളെ വായിക്ക് പോണ വഴിക്കുന്ന റോഡിലേക്ക് വരും, ഇത് കൊണ്ട് വായിക്കുന്ന അയച്ചായിരിക്കും കീർത്തനം ചേർന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റില്ല. ആർക്കേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ? നമുക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലേ. അതുകൊണ്ട് ലജ്ജ വിട്ടുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ നാം ജപിക്കണം, ഭഗവാനെ ആശ്രയിക്കണം. ആശ്രയിക്കുക മാത്രമല്ല, കുറേ കാലം കഴിയുമ്പോൾ നാമജപത്തിൻ്റെ മിടുക്കെന്താണ്? എൻ്റെ മനസ്സ് ശുദ്ധമായിട്ട് മാറുമ്പോൾ ഇവിടെ കാണുന്നത് വായുമഗ്നിയും സലിലം മഹീംശ ജ്യോതിംഷി സത്വാനി ദിശോദ്രുവാദിന് സലിസമുദ്രാം ച ഹരേ ശരീരം ബീജഭൂതം പ്രണമേൽ അനന്യഃ. അതോടുകൂടി കാണുന്നതെല്ലാം ആകാശം കാണുമ്പോൾ എൻ്റെ കണ്ണ നിന്റെ നേരം നിറമല്ലേ, അത് തോന്നാറാവും. ജ്യോതികന്മാരെങ്ങനെയാണ്? എണ്ണ കാണുമ്പോൾ, പാല് കാണുമ്പോൾ, പൈക്കളെ കാണുമ്പോൾ, ഒരു നീല തുണി കാണുമ്പോൾ, ഓടക്കൊഴൽ കാണുമ്പോൾ, പമ്പരം കാണുമ്പോൾ, ആകാശം കാണുമ്പോൾ, നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും കാണുമ്പോൾ, കാളിന്തി കാണുമ്പോൾ എല്ലാം അവരുടെ മനസ്സിൽ ഒരു രൂപം മാത്രമേ ഉള്ളൂ, എൻ്റെ കൃഷ്ണാന്നൊരു ഭാവം മാത്രം. ഏതേത് കാണുമ്പോഴും അവർക്ക് കൃഷ്ണനെ കുറിച്ച് ഓർമ്മ വരുന്നു. നമ്മളോട് ഭാഗവതം ചോദിക്കാം, ഇന്നും പാല് കാച്ചി ചായ കുടിക്കുമ്പോൾ നമ്മൾ പാലെടുക്കുമ്പോൾ ആരെങ്കിലും കൃഷ്ണനെ ഓർക്കാറുണ്ടോ? മിൽമാക്കാർ ഓർക്കും, എന്തിനെ പള്ള ഈ പാല് എന്നല്ലാതെ ഇതിൻ്റെ കൃഷ്ണനെ നമ്മൾ ഓർക്കാറില്ല. വെണ്ണ എടുക്കുമ്പോഴും അത് തന്നെ ഓർക്കുന്നത്, അവരുടെ വെണ്ണയാണ് നല്ലത്, ബാക്കി ഒന്നും കൊള്ളില്ലാന്ന് പറയും. അവരെ കുറിച്ച് ഓർക്കും, ആരെങ്കിലും കൃഷ്ണനെ ഓർക്കുമോ? ഭാഗവതം നമ്മളോട് പറഞ്ഞു, എന്തെന്ത് കാണുമ്പോഴും എന്തെന്ത് ചെയ്യുമ്പോഴും എല്ലാം അമ്പിളിമാവിനെ കിട്ടാൻ വേണ്ടി വാശി പിടിച്ച ഉണ്ണികൃഷ്ണനെ നമുക്ക് ഓർമ്മ വരണം. കണ്ണനെ കാണുന്ന സമയത്ത് എൻ്റെ നക്ഷത്രങ്ങളെ നേടാൻ മോഹിച്ച കൃഷ്ണനെ നമുക്ക് ഓർമ്മയുണ്ടാകണം. കാക്കയെ കാണുമ്പോൾ, കുയിലിനെ കാണുമ്പോൾ, മയിലിനെ കാണുമ്പോൾ, പൂച്ചക്കുട്ടിയെ കാണുമ്പോൾ, പതിനുകളെ കാണുമ്പോൾ, അണ്ണാറക്കണ്ണനെ കാണുമ്പോൾ എൻ്റെ ഗുരുവായൂരപ്പൻ ബന്ധപ്പെടാത്ത ഏതൊന്നായി ലോകത്തിലുണ്ട്. നമുക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതിനോടൊപ്പം ബന്ധപ്പെട്ടത്. ഏതേത് കാണുമ്പോൾ എനിക്ക് കൃഷ്ണ, കണ്ണനെ കാണുമ്പോൾ, കുരങ്ങനെ കാണുമ്പോൾ മറ്റായ കാമം ശിശിസ്ഥിരം. ആ പതിമൂർത്തികൾക്ക് എണ്ണയെ കൊടുക്കുന്ന ഗുരുവായൂരപ്പനെ നോക്കി നോക്കിക്കോളൂ. കാക്കയെ കാണുമ്പോഴും, മണ്ണാക്കണ്ണനെ കാണുമ്പോഴും, ഉച്ചക്കുട്ടി കാണുമ്പോഴും, ആനയെ കാണുമ്പോഴും എൻ്റെ ഉണ്ണികൃഷ്ണനെ ഒന്ന് ഓർത്ത് നോക്കിക്കോളൂ. എന്തിനാ ഒരു വരയ്ക്ക ഒരു വരല് കണ്ടാൽ ഉണ്ണികൃഷ്ണനെ ഓർത്തൂടെ? ഇത് വരലിനെയല്ലേ അമ്മ കെട്ടിയിട്ടത് എൻ്റെ കണ്ണന്? ആ ഒരു ഓർമ്മ നമുക്ക് വന്നാൽ എൻ്റെ ജീവിതം ഏറ്റവും സുന്ദരമായി. എൻ്റെ ഉള്ളിലെ ഭയം അപ്പോഴേ ഇല്ലാതെ ഉണ്ടായിത്തീരുന്നു. എൻ്റെ കൂടെ ഇല്ലേ എൻ്റെ കണ്ണൻ? എന്തെന്ത് കാണുമ്പോഴും അതൊക്കെ ഹരിനാരായണായ നമ. ഇതാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ കണ്ടവരാണ് ഭാഗവതന്മാര്. നഷ്ടചോദ്യത്തിന് ഉത്തരമായിട്ട് ഹരി എന്ന ശ്രീശനം പറഞ്ഞു. സർവഭൂതേഷു പശ്യേൽ ഭഗവൽ ഭാവമാത്മന ഭൂതാനി ഭഗവത്യാത്മന്യേഷാം ഭാഗവതോത്തമ. നമ്മളെയൊക്കെ ഭാഗവതോത്തമം എന്ന് വിളിക്കുന്ന ചില മണ്ടന്മാര് ഭാഗവതം ലക്ഷത്തിൽ വെച്ച് നടത്തണം, വ്യാപിൽ വെച്ച് കൊണ്ടാടണമെന്നോട് ഭാഗവതോത്തമനാണ്. ഭാഗവതോത്തമനൊന്നല്ല, ഈ പുസ്തകം കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് ഭാഗവതോത്തമനാണ്. പേടിയില്ലാതെ കണ്ടിരിക്കാൻ ദേവിമാഹാത്മ്യം എപ്പോഴും പേഴ്സിലുണ്ടാവും. അത്ര അതവിടെ ഇരിക്കുള്ളൂ. നമ്മുടെ ഭയം ആത്മീയ പേഴ്സിലുണ്ടപ്പോഴോ അത് നമ്മുടെ ഹൃദയത്തിൽ ധരിക്കണം അല്ലേ. നാരായണഗൗര്യം ഭാഗവതത്തിലുണ്ട്. നാരായണഗൗര്യം പ്രത്യേകം ഗുരുവായൂർ ദിവസം പഠിച്ചു വെക്കുന്നുണ്ട്. അത് നമ്മൾ കൈക്കത്തിൽ വെച്ചുകൊണ്ടിരുന്ന കാര്യമുണ്ടോ? അത് ഹൃദയത്തിൽ ധരിക്കേണ്ട മന്ത്രമാണ്. അവിടെ നമുക്ക് ഗുണം ഉണ്ടാവുക അല്ലേ. എന്തും അങ്ങനെയാണ്. അവിടെ ആഹാരം വെച്ചുണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശപ്പ് മാറുമോ? അത് നമ്മുടെ ഉള്ളിലേക്ക് ആക്കണം, അപ്പം തന്നെ പറ്റുള്ളൂ. ഭാഗവതത്വം എന്ന് പറഞ്ഞാൽ എന്താ? സർവത്ര അശ്വതി. എവിടെയും കൃഷ്ണനെ കാണാതാവണം. തൻ്റെ ഉള്ളിൽ കണ്ടാൽ മാത്രമേ എനിക്ക് ഇത് പറ്റുള്ളൂ. ഏത് കാണുമ്പോഴും എല്ലാം ഭഗവത് സ്വരൂപമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഒരിക്കലും ദുഃഖം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, ഭാഗവത ധർമ്മം
അനുഷ്ഠിക്കാൻ മോഹിക്കുന്നവരൊക്കെ എന്ത് വേണം? നിമിഷാർത്ഥം അപ്പിയ സവൈ വൈഷ്ണവാഗ്ര. അങ്ങനെയുള്ളവരെ എങ്ങനെയായി തീരണം? ആ അല്പനിമിഷം പോലും കണ്ണനെ മറന്നിരിക്കരുത് എന്നാണ് ഭാഗവതത്തിൻ്റെ വാക്കല്ലേ. ഒരു നിമിഷം പോലും ഭഗവാനെ വിട്ടിരിക്കാത്ത മാതിരി കുഞ്ഞുങ്ങൾ എങ്ങനെയാണോ അമ്മ വിട്ടിരിക്കാത്തത്, അതേപോലെ നമ്മുടെ മനസ്സ് എൻ്റെ കണ്ണ നിന്നെ വിട്ടിട്ട് ഞാൻ എവിടെ പോകാനാണ്? ആ ഒരു ചിന്ത നമുക്കുണ്ടാവണം. സദാ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒരിടത്തിരിക്കുമ്പോഴും എന്തെന്ത് പ്രവൃത്തികൾ ചെയ്യുമ്പോഴും കൃഷ്ണ 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 എന്നൊരു ചിന്ത നമുക്ക് വന്നാൽ ഭഗവാൻ ഉണ്ടാവും നമ്മുടെ കൂടെ. അത് നമുക്ക് കാണിച്ചു തരാം. അതറിയില്ലാത്ത